എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ഓരോ ആഴ്ചയും എവിക്ഷനൊപ്പം വരുന്ന സസ്പെൻസ് എപ്പോഴും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു വലിയ കാഴ്ചയാണ്. ആരാണ് പുറത്താകുക എന്ന വലിയ ചർച്ചയിലായിരുന്നു എല്ലാവരും. അങ്ങനെ ഈ രണ്ടാം ആഴ്ച പുറത്തായത് ബിൻസിയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ ബിൻസി ആക്റ്റീവായി കാണപ്പെട്ടിരുന്നെങ്കിലും ബിൻസിയുടെ ഗെയിം സേഫായി മാറിയെന്നതാണ് പ്രേക്ഷകർ പറയുന്നത്. കൂടാതെ പലപ്പോഴും അനാവശ്യ തർക്കങ്ങൾ സൃഷ്ടിച്ച് വീടിനുള്ളിൽ ഒരു നെഗറ്റീവ് ഇമേജ് തന്നെയാണ് ബിൻസി ഉണ്ടാക്കിയത്. ഇതെല്ലാം ചേർന്നപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് ആവശ്യത്തിന് വോട്ടുകൾ ലഭിക്കാതെ വന്നു. ബിഗ് ബോസിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ടാസ്കുകൾ. മത്സരാർത്ഥികളുടെ വ്യക്തിത്വം, ശക്തി എല്ലാ ടാസ്കുകളിൽ നിന്നും തന്നെ തെളിയാറുണ്ട്. പക്ഷേ ബിൻസി പലപ്പോഴും ടാസ്കുകളിൽ മുഴുവനായി പങ്കെടുക്കാത്തതായി പ്രേക്ഷകർക്ക് തോന്നി. മാത്രവുമല്ല, പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നല്ല സ്ക്രീൻ സ്പേസ് വേണം. പക്ഷേ ബിൻസി ഹൗസിലുണ്ടെങ്കിലും സംഭാഷണത്തിലോ പെർഫോമൻസിലോ പ്രേക്ഷകരിലേക്ക് പിടിച്ചുപറ്റാൻ കഴിയുന്ന കണ്ടന്റ് ഉണ്ടാക്കാൻ ബിൻസിക്ക് കഴിഞ്ഞില്ല. പുറത്തായതിനു ശേഷം ബിൻസി പറഞ്ഞ വാക്കുകൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: വലിയ വിഷമമുണ്ട്, ഇങ്ങനെയൊരു ചാൻസ് കിട്ടിയിട്ട് അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാത്തതിൽ. ഞാനൊന്ന് ബിഗ് ബോസിന്റെ ആ ഒരു ഫ്ലോവിലേക്ക് എത്തിവരികയായിരുന്നു. അത് കംപ്ലീറ്റ് ആക്കാൻ പ്രേക്ഷകർ എനിക്ക് സമയം തന്നില്ല. പക്ഷേ അതെന്റെ മാത്രം തെറ്റു തന്നെയാണ്. എന്നിരുന്നാലും ഇങ്ങനെയൊരു വലിയ വേദിയിൽ അവസരം കിട്ടിയത് എനിക്കെന്നും ഒരു അത്ഭുതമാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഞാൻ മാത്രമല്ല, ഈ വീട്ടിലെ ഏറ്റവും വലിയ സേഫ് ഗെയിം കളിക്കുന്ന ആളുകൾ വേറെയുമുണ്ട്. അതിൽ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് രേണുവാണ്. അവൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഇന്നും സേഫായി വീട്ടിൽ തുടരുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവൾ ബിഗ് ബോസ് പോലൊരു വലിയൊരു ഷോക്ക് പറ്റിയ ആളല്ല. ആളുകൾ വോട്ട് ചെയ്യേണ്ടത് ശരിക്കും കളിക്കുന്നവർക്കാണ്, സേഫായി ഇരിക്കുന്നവർക്കല്ല. ഞാൻ കരുതിയിരുന്നത് പ്രേക്ഷകർ എന്നെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ അത് സംഭവിച്ചില്ല. എനിക്ക് ദുഃഖം തോന്നുന്നത് പുറത്തായതുകൊണ്ടല്ല, പക്ഷേ രേണുവിനെ പോലുള്ള മത്സരാർത്ഥികൾ ഇന്നും ഉള്ളിൽ തുടരുന്നതാണ്. വെറുതെ പ്രേക്ഷകർക്ക് മുന്നിൽ കരഞ്ഞു കാണിച്ചും അന്തരിച്ച ഭർത്താവിന്റെ പേര് പറഞ്ഞ് സിമ്പതി പിടിച്ചു പറ്റുന്നതും ഒന്നും എനിക്ക് അത്ര നല്ലതായി തോന്നുന്നില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഇത്രയും ദിവസം ഹൗസിൽ നിൽക്കാൻ കഴിഞ്ഞത് ഞാൻ എന്റെ ജീവിതത്തിലെ വലിയൊരു വിജയമായി കാണുന്നു എന്നും ബിൻസി പറഞ്ഞു. ഈ ആഴ്ച ബിൻസി പുറത്തായത് ശരിയായ തീരുമാനമാണോ, അല്ലെങ്കിൽ സേഫ് ഗെയിം കളിക്കുന്ന രേണുവിനെ ആയിരുന്നോ പുറത്താക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബിൻസി തന്റെ ഗെയിം മികച്ച രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ അവർക്ക് ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ അവസരം ലഭിക്കുമായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.